ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. നമ്മളിതിൽ ചൈന ഗ്രാസോ ജെലറ്റിനോ ഒന്നും ചേർക്കുന്നില്ല. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് ആവിയിൽ വേവിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിംഗ് ആണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ക്യാരറ്റ് ഒന്ന് പുഴുങ്ങാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് ക്യാരറ്റ് എടുക്കാം. 1 കപ്പ് മീൻസ് നമുക്കൊരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു 2 ക്യാരറ്റ് എടുക്കാം. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത് കുഞ്ഞിതാണ്, അതാണ് ഞാനൊരു കറക്റ്റ് അളവ് പറയാത്തത്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സാധാ പോലെ ആവിയിൽ വെച്ചിട്ട് അങ്ങ് പുഴുങ്ങിയെടുക്കുക. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്നും ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവി കയറ്റിയിട്ടും ഇത് വേവിക്കാം കേട്ടോ, വെള്ളത്തിലല്ലാതെ. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കുറച്ച് കളറ് കുറവാണ്, അതുകൊണ്ട് നമ്മുടെ പുഡിങ്ങിന് കറക്റ്റ് കളറ് കിട്ടിയിട്ടില്ല. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മധുരം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഈ മുട്ട ചേർക്കുമ്പോഴാണ് നമ്മുടെ പുഡിങ് നല്ല സെറ്റായിട്ട് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് മുട്ടയുടെ സ്മെല്ല് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലോട്ട് ഒരു 1/2 കപ്പ് പാല് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാച്ചിയ പാലോ കാച്ചാത്തതോ ഏതുവാണെങ്കിലും ആവാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ട്രേ എടുക്കണം. ഏത് ബൗളോ ആയിക്കോട്ടെ, ഒരു സ്റ്റീൽ ബൗളോ വരെ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ആവി കയറ്റാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡിന് മുകളിലായിട്ട് നമ്മൾ ട്രേയിൽ ഒഴിച്ചു വെച്ചിട്ടുള്ള പുഡിംഗ് മിക്സ് അങ്ങനെ അങ്ങോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു അടപ്പ് പാത്രം കൊണ്ട് അടച്ചു വെക്കാം. ഞാനിവിടെ ഒരു ഓട്ടയുള്ള ഒരു പാത്രം കൊണ്ടാണ് അടച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ വളരെ എളുപ്പമാവും, ഉള്ളിലേക്കൊന്നും വെള്ളം ഇറങ്ങൂല. ഇതുപോലെ ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. വെറും 15 മിനിറ്റ് കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും. 15 മിനിറ്റിന് ശേഷം നമുക്കിത് എടുത്തിട്ട് കുറച്ചൊക്കെ ഒന്ന് ചൂടാറിയ ശേഷം സൈഡൊക്കെ ഒന്ന് അടർത്തി മാറ്റിയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സുകളൊക്കെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു പുഡിങ്ങിന്. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് ചൂടൊക്കെ നന്നായിട്ട് പോയ ശേഷം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. തണുപ്പിച്ച് കഴിയുമ്പോൾ മാത്രം നമ്മുടെ മുട്ടയുടെ സ്മെല്ല് ഇനി എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടെങ്കിൽ പോവുള്ളൂ. വാനില എസൻസ് ചേർത്തുകൊണ്ട് തന്നെ മുട്ടയുടെ സ്മെല്ലൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇനി അഥവാ ചെറുതായിട്ടുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കഴിയുമ്പോഴത്തേനും ഒരു 2-3 മണിക്കൂർ തണുപ്പിക്കുമ്പോഴത്തേനും നല്ല സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതിൽ ആ ഒരു മുട്ടയുടെ ഗന്ധമൊക്കെ മാറുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ വരുമ്പോൾ അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.